ഹലോ, എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. സത്യത്തിൽ ഒരു ലേറ്റ് റിവ്യൂ എന്ന് തന്നെ പറയാം. കാരണം എല്ലാവർക്കും അറിയാം, മൂവി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 weeks ആയി. ഞാൻ ഓൾറെഡി കട്ടില്ലാത്ത വെർഷൻ എന്നാണ് കണ്ടത്. എല്ലാവരും പറയും കീറി മുറിച്ച് എന്ന് പറയില്ല, അതുപോലെയാണ്. പക്ഷേ എനിക്ക് ഈ മൂവിയുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ ഒരു 10-20 വർഷത്തോളം ആയി സിനിമ കാണാൻ തുടങ്ങിയിട്ട്. ഈ 20 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് മൂവീസ് തിയേറ്ററിൽ പോയിട്ടും മറ്റുള്ള ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയായിട്ടല്ലാതെ വേറൊരു തരത്തിൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും പറയും വിനോദോപാധി എന്ന് പറയും, ശരി തന്നെയാണ്. പക്ഷെ അത് കീറി മുറിക്കാനോ അതിനെ കൊല്ലണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ എനിക്കൊരു മൂവി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടമാണെന്ന് തന്നെ പറയും, ഇഷ്ടമല്ലെന്ന് പറയും. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ എനിക്ക് കീറി മുറിച്ച് പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ സുഹൃത്തുക്കളും പറയാറുണ്ട് അത് അത്ര നല്ലൊരു പ്രവണത അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം, ഓക്കെ. പക്ഷെ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ A to Z കാര്യങ്ങൾ, ഉദാഹരണം പറയുന്ന ഒരു സിനിമ 3 മണിക്കൂർ സിനിമ, അതിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഓരോരോ സീൻസും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതൊക്കെ കുറച്ച് ബോറാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ സിനിമയിലേക്ക് വരാം. എമ്പുരാൻ, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, മുരളിഗോപിയുടെ സ്ക്രിപ്റ്റ്, ലാലേട്ടൻ, മഞ്ജു വാര്യർ, ടൊവിനോ, ഒരുപാട് ആക്ടേഴ്സ് ഉള്ള നല്ല പെർഫോമൻസുള്ള മൂവിയായിരുന്നു. എനിക്ക് പേഴ്സണലി മൂവി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് എൻ്റെ സ്ക്രീൻ പ്ലേ ഒരു പഞ്ചില്ലാത്ത പോലെ തോന്നി, ചില സീനിൽ മാത്രം കേട്ടോ, അല്ലാതെ മുഴുവനായിട്ടും പറയുന്നില്ല. ഈ പേഴ്സണലി കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ്റെ എൻട്രി, അത് ഓരോ സീനിലും ഓരോ BGM കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ വേറെ വൈബായിരുന്നു. ആ സീൻസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ആ സീൻസൊക്കെ പൊളിയായിരുന്നു തിയേറ്ററിൽ. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇൻ്റർവെൽ ശേഷമുള്ളൊരു ഫൈറ്റ് ഉണ്ട്. വാരാട എന്നൊരു പാട്ടുണ്ടായിരുന്നു ലൂസിഫറിലെ, അതിൻ്റെ ഒരു സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ പാട്ടും ഫൈറ്റൊക്കെ രസമായിട്ടുണ്ടായിരുന്നു. ലൂസിഫറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പടം സംഭവം വലിയൊരു ക്യാൻവസുള്ള വലിയൊരു സിനിമ തന്നെയാണ്. അതിനെല്ലാം ഇതും ഉണ്ട് സംഭവം. പ്രത്യേകിച്ച് തന്നെ ഇതിലെ ഇൻ്റർവ്യൂവിൽ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞ ഇതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മൂവിയിൽ കൂടുതൽ ഇതിൻ്റെ ഓരോ സീൻസ് മാത്രമായിട്ടാണ് ഇതിൽ എക്സ്പെൻസ് വയ്ക്കുന്നത്. സത്യം, അതിൽ ഓരോ സീനും കാണാറുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം മലയാളത്തിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും, ഞാൻ ആ ലാംഗ്വേജിനെ കുറിച്ച് നേരത്തെ പറയുന്നില്ല, എല്ലാ ലാംഗ്വേജിലും ഈ എന്താ പറയുക പാൻ ഇന്ത്യ മൂവി അതുപോലെ ഒരുപാട് മൂവീസ് നമ്മൾ വരാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പഞ്ച് കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും മിക്ക പ്രൊഡ്യൂസർമാർ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര പബ്ലിസിറ്റി ആയിരിക്കും. ഇറങ്ങിയ സിനിമ ഫ്ലോപ്പായി കഴിഞ്ഞിട്ട് നേരെ നായകൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ക്രൂസിൻ്റെ മേലെ ഇടുന്നതാണ് ഒട്ടുമിക്ക ആളുകളുടെയും പരിപാടി. പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂവി ഒരുപാട് ബെറ്റർ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. സംബന്ധിച്ച് അത് ഇവർ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ പറയും ഇത് നായകനാണ് ഇത്ര പ്രതിഫലം, അല്ലെങ്കിൽ ഈ ഡയറക്ടർ ഇത്ര പ്രതിഫലം ഉണ്ടെന്ന് പറയും, അങ്ങനെ പലതും പറയും. അതിലങ്ങനെയൊന്നുമില്ല. ഇതിൽ അവരെ ഓരോ സീനും അത് നല്ല രസമായിട്ട് തന്നെ വരും. അത് നല്ല ബെസ്റ്റ് മേക്കിംഗ്. പക്ഷേ മലയാളത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു സിനിമയെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല, ഒരിക്കലും ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇനി കുറച്ചൊരു 2-3 വർഷത്തേക്കും എല്ലാവരും കൂടുതൽ പോകില്ല. അല്ല, ഇപ്പം മലയാള അത്രയും വലിയ ഇതിലാണല്ലോ പോകുന്നത്, അല്ല വലിയ ക്യാൻവസിലാണല്ലോ പടം എടുക്കുന്നത്. അപ്പോൾ ഓരോ ആക്ടേഴ്സിനെ വെച്ചിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം DQ ചെയ്യുന്ന മൂവീസൊക്കെ എല്ലാവർക്കും കണ്ടറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര തന്നെ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇതുപോലൊരു സിനിമ ഇനി വരുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നുണ്ട്. തേർഡ് പാർട്ട് വരട്ടെ, ഞാനും വെയിറ്റിംഗ് ആണ്. നല്ലൊരു എൻഡിങ്ങിലാണ് ഈ പടം എൻ്റെ ചെയ്യുന്നത്. രക്ഷയില്ലായിരുന്നു സീൻസൊക്കെ. എനിക്ക് മൂവിയുടെ തിരക്കഥ കുറച്ചൊരു പഞ്ചായത്ത് എനിക്ക് തോന്നി. വേറെ പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് കൂടുതലും പറയാനില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും ചെറിയ ചെറിയ റോളാണുള്ളത്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി ടോവിനോയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല സുരാജ്, പിന്നെ രണ്ട് ഇന്ത്യൻ ആക്ടേഴ്സ് ഉണ്ട്, എനിക്ക് പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ മഞ്ജു വാര്യരുടെ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. പ്രിയദർശി രാമദാസ് നടന്ന ചില സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണലിൽ 1-2 സീൻസ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അതിൽ ലൂസിഫറിൽ ലൂസിഫറിലും ക്യാരക്ടറും നല്ല പഞ്ചായിരുന്നു മഞ്ജു വാര്യർ. പക്ഷേ ഇതിലും കുറച്ചും കൂടി ഒരു ഹൈ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ സായ്കുമാറുണ്ട്, ശിവജി ഗുരുവായൂരുണ്ട്, അതുപോലെ ബൈജുവിൻ്റെ കുറച്ച് സീൻസാണ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ടെക്നിക്കൽ സൈഡിൽ വരികയാണെങ്കിൽ സുജിത് വാസ്തവൻ്റെ സിനിമാറ്റോഗ്രാഫി തീ സാധനമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. എനിക്ക് മലയാളത്തിൽ കുറേ ചുരുക്കം ചില ഇഷ്ടപ്പെട്ട ക്യാമറമാനാണ് സുജിത് വാസ്തവൻ എന്നൊരു ക്യാമറ. അതുപോലെ ജോമോട്ടി ജോണ്, ഓക്കെ, സമീർ താഹിർ, അഭിനന്ദ് രാമാനുജം, ഓക്കെ, അവരൊക്കെ എനിക്ക് ഒരു ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പേരാണ് സുജിത് വാസ്തവ്. ഒരു രക്ഷയില്ലാത്ത മേക്ക്. ഞാൻ ഈ മൂവി കണ്ടപ്പോൾ ഫസ്റ്റ് ചോദിച്ചു ഒരു ബോളിവുഡ് ചിത്രം ചോദിച്ചു.
പിന്നെ ചോദിച്ചൊരു ഹോളിവുഡ് മൂവി അയച്ചു ആ ലെവലിലാണ് പടം പോകുന്നത്, ഓരോ സീൻസൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ എപ്പിസോഡ്, അതായത് സ്റ്റോറിയാണ്, പക്ഷേ ചെറിയ ചെറിയ എപ്പിസോഡ് വെച്ചിട്ട് മൂവി ഇവർ കറക്റ്റായിട്ട് ഇവർ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലൈമാക്സ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അവിടെ സീൻസൊക്കെ കുറേ അതിൽ പ്രത്യേകത്തിന് പല ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് 1.5 മണിക്കൂർ നമ്മൾ വേറൊരു ലാംഗ്വേജ് മൂവി കാണുന്ന പോലെ ആയിരിക്കുന്നുണ്ട്. സത്യന്തനാണ് അതുപോലെ തന്നെയാണ് പടം ചെയ്തിരിക്കുന്നത്. പിന്നെ BGM ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്, ഒരു രക്ഷയിലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ചില ആളുകൾ പല നെഗറ്റീവ്സും പറയുന്നുണ്ട്, BGM ഇത്ര പഞ്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. സ്കോറൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ മോഹൻലാലിൻ്റെ എൻട്രിങ് അതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ വേറെ ചില സീൻസ്, ഇപ്പോൾ പ്രത്യേക സീൻസിലൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള സീൻസൊക്കെ ഉണ്ട്, ആ സീൻ സമയത്തുള്ള സ്കോറും ആ സോങ്സൊക്കെ ചെറിയ സ്കോറും ഒരു സോങ് പോലെ വരുന്നത്, അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ലാലേട്ടൻ്റെ L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ റിവ്യൂ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും